ബീച്ച് വൈബ് ഇല്ലാതെ വേണ്ട. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത ഡേയിലെ കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ കാൻഡോളം ബീച്ചിലേക്ക് പോകാൻ പോകണം. ഞങ്ങൾക്ക് ബീച്ച് മണ്ണ അത് മാത്രം പതിയട്ടാ. അപ്പൊ നമ്മളിപ്പോ പോകാൻ പോണ വെഹിക്കിൾ ഉണ്ടോ, ലണ്ടൻ ടാക്സി പോലെ ഉണ്ടല്ലോ. ഹോളിഡേ തന്നെ അവര് ടൂറിസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ബീച്ച് ഡ്രോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. അപ്പൊ നമ്മളിപ്പോ പോകുമ്പോ ലഞ്ചും ഈവനിങ് ടീയും ഒക്കെ കൂടി മിക്സ് ആയിട്ടൊക്കെ ഇപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ടാണ് ബീച്ചിലേക്ക് പോകണത്. ഇവിടെ ഷാർക്കലോ അവിടെ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മള് ഫുഡ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ ഒരു ബീച്ച് വൈബിൽ കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ പോവുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ടിരുന്നു. ഉച്ചക്കൂട്ടം പാവ തീമാണ്. എണ്ണ കാണിച്ചതാ ഞാൻ. ഇതാരാന്നൊക്കെ കളർഫുൾ ആയിട്ടുണ്ട്. ഫുൾ യോയോ വൈബാണ്. ചൂട് കുറവ്, വെള്ളം ഏറ്റവും നല്ലത്. ഇവിടുത്തെ വരുമ്പോ വെള്ളയാ നല്ലത്. അതാണോ നീ വൈറ്റിട്ടാണെന്ന്? പക്ഷെ ഉള്ളില് ബ്ലൂ ആണല്ലോ. അപ്പൊ ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചേട്ടോ ബാക്കി. നമ്മളിത് ബഗ്ഗി സർവീസിൽ പോകണം അല്ലേ? ബാക്കിലേക്കണ ഓക്കെ. ചലേ ബാ. നമ്മൾ ടുക് 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 പോണല്ലേ? ഫുൾ കാഴ്ച ഓക്കെ, അതിനാണ് അങ്ങോട്ട്. യെസ് ഓക്കെ. ഫോട്ടോ തരാ. ശരിടാ. ഓക്കെ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 1/2 കിലോമീറ്റർ ഉള്ളോട്ടോ ബീച്ചിലോട്ട്. ആൾക്കാരൊക്കെ നടന്ന് പോകണ്ട്. അതെ, ഇറങ്ങണില്ല. അമ്പാരി യാത്ര കഴിഞ്ഞിട്ട് ഇറങ്ങും. ഓക്കെ, അപ്പോൾ പോട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ ഷാൻ. നമ്മൾ ബീച്ചെത്തി അല്ലേ? ബീച്ചെത്തി. ഇവിടെ നോക്കാം. ഇത് ആഗോഡ, താജ് ആഗോഡ ഉണ്ടല്ലോ. ആഗോഡ ഫോട്ടോയൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത്. പിന്നെ അത് സിങ്കോറിയം ബീച്ചാ, അങ്ങനെ എന്താ പറയാ. അവിടേക്കൊക്കെ പോവാം അല്ലേ? ആദ്യം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ബീച്ചിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട്. വലിയ ആഴുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പക്ഷെ ആൾക്കാർ ഇഷ്ടംപോലെ കുളിക്കുന്നുണ്ട്. മണ്ണെന്നല്ല അല്ല, ഇവിടെ ബീച്ചിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് ആഴമുള്ള സ്ഥലം പോലെ ഉണ്ട്, ഡെപ്തുള്ള സ്ഥലേ. പതുക്കെ മന്ദം നടന്നുകൊണ്ടിരിക്കുക. ഈ റെസ്റ്റോറൻറ്റാണ് നമ്മള് നോക്കിയത്. റിവ്യൂ കണ്ടിട്ട് വരുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നല്ല ആംബിയൻസ് ഉള്ള കടൽ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ. എന്താണ് കഴിക്കുന്നത്? എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഗോവൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കഴിക്കുന്നത് ഗോവൻ പോർക്ക്, റോസ്റ്റ് പോർക്ക്, പിന്നെ ഇത് സ്ക്വിഡ് ഫ്രൈ, ഗോൾഡൻ ഫ്രൈ, പിന്നെ ഫ്രൈഡ് റൈസ് എടുത്തത്, പിന്നെ ഗോവൻ വൈബിന് ഗോവൻ സാധനം, ഗോവൻ പീപ്പിൾ, ഗോവക്കാരായി. ഇഷ്ടമായ ചൂട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കാണ് ഇവിടെ. ഫാൻ ഇട്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കണിപ്പോ. കളിക്കാൻ പോണം, മണ്ണി കളിക്കാൻ, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ പിടിച്ചിരിക്കാൻ ഭക്ഷണം പോലും വേണ്ട ഞങ്ങൾക്ക്, കളിച്ചാൽ മതി. ഇത് നല്ലതാ, ഗോൾഡൻ ഫ്രൈഡ് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ കഴിക്കൂ. പോർക്ക് നല്ല ടേസ്റ്റ്. ഇതെന്താ കത്തി? നമ്മുടെ നാട്ടില് പണ്ട് കണ്ടിയായിരുന്നു.
ദൈവമേ. നല്ല സോഫ്റ്റഡ് ആണ്, നല്ല ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് ഇങ്ങനെ വിട്ടുപോകാനുണ്ട്. നല്ല കുക്ക, ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയും മധുരവും പുളിയുണ്ട്, ആ കുക്കും ഇവിടുത്തെ പ്രധാന വേറൊരു വർഷം. ഇവിടുത്തെ മെയിനാണല്ലോ എല്ലാത്തിനും ആ കുക്കും യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ നോൺ വെജിന് ഫുള്ളവർ യൂസ് ചെയ്യാം, ഫിഷിന്. ഈവനിങ് ആയി, വെയിലൊക്കെ താണോ, എന്താ പറയുക, ഇവിടുത്തെ വൈബൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും വെള്ളത്തിലൊക്കെ ചാടി തുടങ്ങി. ഇവിടെ നല്ല ഷെല്ലും പറക്കുന്നുണ്ട്. ഏത് ഡ്രസ്സല്ലേ ഗിന്നസ് റെക്കോർഡ് കിട്ടോ ഷെല്ല് പറക്കുന്നതിനാ? അത്രയ്ക്ക് ഷെല്ലുണ്ടോ നിനക്ക്? അത്രയ്ക്ക് ഷെല്ലുണ്ടോ നിന്റെ കയ്യില്? ഓ, ഇനിയും പറക്കുന്നു. ഇച്ചുവിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നു ഷെല്ല് പറക്കി പറക്കി പറക്കി. മേ ബി. അപ്പൊ എല്ലാരും ഇച്ചുന് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇച്ചുന് ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിട്ട് ഷെല്ല് പെറുക്കി പെറുക്കി എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അയച്ചു കൂട്ടണേ. എവിടെ നോക്കട്ടെ മുഖം. സൂര്യനെ അസ്തമിക്കാറായിട്ടാ. ഞങ്ങളിങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അവിടെ ഈ അഗോഡ ഫോർട്ടിന്റെ അവിടേക്ക് ഇവിടുന്ന് വല്ല എൻട്രൻസ് ഉണ്ടോന്നൊക്കെ ഉണ്ട്. ഇന്ത്യ ഇതിലേ ഇങ്ങനെ കയറാനായിട്ട് ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ നടക്കുക. ഭയങ്കര രസമായിട്ടത്. ഇവിടെ ഞാൻ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ബീച്ച് ഉണ്ടായിട്ട് ഒരു സ്ഥലത്ത് പോലെ നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യങ്ങളില്ലല്ലോ. ഇവിടെ എന്താ ടൂറിസത്തിന് വേണ്ടിയിട്ട് എവിടുന്നൊക്കെ ആൾക്കാരാ വന്ന് ഇതാണ് എൻജോയ് ചെയ്യുന്നത്. എന്തെല്ലാം രീതിയിൽ ടൂറിസം. രണ്ടുപേരും നടക്കാണ്. അവനാണെങ്കിൽ വെള്ളം വരുമ്പോൾ ഓർഡർ ഓട്ടണം. നല്ല ഇവിടെ ഈ അറ്റത്തി കഴിഞ്ഞപ്പോൾ തിരടിക്കുന്ന കണ്ടോ, നല്ല തിരടിക്കുന്നുണ്ട്. ഓടോ ആൾക്കാർ ഇരിക്കുന്നൊരു വെള്ളം കുടിച്ചു. നീ കണ്ടോട്ട് വെച്ചു വെള്ളം അടിക്കുന്നത് ഭയങ്കരമായിട്ട്. അറ്റത്ത് കാണുന്നതാണ് വെള്ളത്തിൽ. നമ്മള് പ്രതീക്ഷിക്കാത്ത കഴിഞ്ഞു ഷൂ ആയിട്ടൊക്കെ. ഞങ്ങള് ഫുഡ് കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് റൂമിൽ നിന്ന് നടന്ന് വരാൻ 5 മിനിറ്റല്ലോ. അപ്പോൾ പോയിട്ട് ഡ്രസ്സ് മാറി ബീച്ച് ഡ്രസ്സ് ഇട്ടിട്ട് വരാനാണ് പ്ലാൻ. അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ പിന്നെ ഇച്ചുള്ളതുകൊണ്ടതൊന്നും നടക്കില്ല. കയറണിപ്പോൾ 1 by 1 ആയിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഇവയൊക്കെ പരീക്ഷകൾക്ക് നിൽക്കാറില്ല. അവിടെയാണ് അഗോഡ ബീച്ച്, അല്ല ശരി അഗോഡ ഫോർട്ട്. അപ്പോൾ ലെവലൊക്കെ വഴി ഉണ്ടോ നോക്കട്ടെ. ഞങ്ങൾ അങ്ങനെ നടന്നിട്ട് ജെറ്റ് സ്കീ കണ്ടോ. ജെറ്റ് സ്കീ ആക്കി ചെയ്യണം. അത് വാട്സ് ചെയ്യണോ? വേണ്ടേ? പേടിയാ, എനിക്ക് പേടിയാ. ഷിയബ് ചെയ്യാണ്ട് അവിടെ പിടിച്ചോളൂടാ. നമുക്ക് ഇതിലൊരു എൻട്രൻസ് കാണണ്ടിട്ട് അതിലെ കയറി നോക്കാം. അതിലെ കയറേണ്ട ആൾക്കാർ അവിടെ അവിടെ ഇതിൽ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കാം മോളിലേക്ക്. എല്ലാം നമുക്ക് ഇങ്ങോട്ട് മോളിലേക്ക് കയറാം. സെൻക്യൂരം ബീച്ചാണ്. സെൻക്യൂരം ബീച്ച് ഒരു ചെറിയൊരു ഫോർട്ട് ഉണ്ട്. അവിടെ ഒന്ന് കയറിയിട്ട് വരാം അല്ലേ അയച്ചുകൂട്ടാ? ഈ സൈഡിൽ കാണുന്നത് മറ്റേ താജിന്റെ വില്ലേജ് അഗോഡ റിസോർട്ടില്ലേ, അതൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത്. നോക്കി ഇറക്കട്ടാ. ഇത് പഴയ കാലത്തെ ഒരു ഫോർട്ടാണ്.
പട്ടാളക്കാർക്ക് നിൽക്കാനുള്ള സെറ്റപ്പാണ്. മോളിൽ കയറാനുള്ള ഇതിൽ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ? വാ മോളിൽ കയറാം. നല്ല രസമുണ്ടല്ലേ അത്? വേറൊരു വൈബാ. എന്താ സൺസെറ്റും കാണാം. അതാണ് ഇവിടുത്തെ പോയിന്റിന്റെ പ്രത്യേകത. വാ അങ്ങോട്ട് നടക്കാം നമുക്ക്. ഇഷാൻ സൺസെറ്റ് നല്ല നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ പോയിട്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു നല്ല തണുത്ത ഇത്ര നേരം നല്ല ചൂടുണ്ടായിരുന്നു മാറി ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി. ഒരു കടലിന്റെ ഇങ്ങനെ വെള്ളം അടിക്കുന്നതിന്റെ ഒക്കെ ഉള്ള തിരയടിക്കുന്നതിന്റെ ഒക്കെ ഒരു വൈബ്, ഒരു അടിപൊളി വൈബ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ മേലിൽ കയറി ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയാതെ വീണ് കഴിഞ്ഞാൽ നോക്കിയാ നല്ല താഴ്ച ഉണ്ടാവും അങ്ങോട്ട്. സിമ്മിയാൻ അറിയില്ല. നല്ല വ്യൂ അല്ലേ അവിടുന്ന്? ഇവിടെ ആ ഫോർട്ടിന്റെ വ്യൂവും അവിടുന്ന് നമ്മുടെ കണ്ടോളം അറ്റം വരെ ഉണ്ട്. ഏറ്ററ്റത്ത് കാണുന്ന ഭാഗം, അതിന്റെ നടുവിൽ കലിങ്കുട്ട്, പിന്നെ കണ്ടോളം. എല്ലാ ബീച്ചും ഒറ്റടിക്കില്ലേ? നല്ല ഫ്രെയിം അല്ലേ അവിടെ? നടന്ന് അതിന്റെ ടോപ്പിലോട്ട് എത്തി. ഇവിടെയും ഫോർട്ടിന്റെ ഒരു ഇതുണ്ട്. ഇവിടുത്തെ വേറൊരു ഇവിടുത്തെ റോക്സ് മറ്റേ ലാവ അങ്ങനത്തെ ടൈപ്പ് അല്ലേ? എന്ത് റോക്ക് വെച്ചുകൂട്ടാ അയച്ചുകൂട്ടാ അറിയാതെ എന്ത് റോക്കാന്ന്? കോറൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അല്ലേ? ഫോർട്ട് ഇത് വലുതാണ്. ഇത് ഈ അഗോഡ താജ് അഗോഡ ഇതുണ്ടല്ലോ പൈസ റോട്ടില്, അത് ശരിക്കും ആ ഫോർട്ടിലാണ്, ഫോർട്ടിന്റെ ഉള്ളിലാണ് അത്. അങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്തുള്ളത്. കാസിനോ, അതെ. ഇത് സാധാരണ കാസിനോ ഷിപ്പിലുണ്ടാവാറ്, ക്രൂയിസില്. ഇത് ലാൻഡിലെല്ലോടാണ് അല്ലേ? കാസിന് പോവാൻ വലിയ പൈസ ഒന്നും വേണ്ട, കളിച്ച് പൈസ കളയുമ്പോഴാണ് പാപ്പരാവുള്ളൂ. ക്യാഷ് ഷോപ്പ് ഉണ്ടപ്പോൾ കയറുന്നുണ്ടോ? ക്യാഷ് ഉണ്ട്, ഇവിടുത്തെ കൊക്കും ഡ്രിങ്കൊക്കെ ഉണ്ട്. എത്ര ക്യാഷ് ഒക്കെ കഴിക്കാൻ കിട്ടി? സ്കിന്നൊക്കെ ഉള്ളത് കിട്ടിയില്ലേ മോനെ? ഇഷ്ടമായോ? എത്ര പ്രൈസ് ഡിഫറൻസ് അല്ലേ ചേട്ടാ? അവിടെ നമുക്ക് ഈ പ്രീമിയം ഒക്കെ വരും 2000 ഒക്കെ റേഞ്ച് വരും. ഇതിപ്പോ നമുക്ക് 1 kg പകുതി പൈസ. അതെല്ലാം കഴിക്കുമ്പോൾ ആ ഒരു സ്വീറ്റും നല്ല ഫ്രഷും നല്ല ക്രിസ്പി, മറ്റേ എന്താ പറയുക, ഒട്ടും തണവില്ല, നല്ല കഴിക്കുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 8 o'clock ഇട്ടാണ്. അപ്പോൾ ഇവിടെ ബീച്ചിലൊന്നിരിക്കുക, റൂമിലൊക്കെ പോയി. നമ്മൾ നേരത്തെ ഇവിടെ ഫോർട്ടിനോടൊക്കെ പോയല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് അവിടെ ബീച്ച് വന്നിരിക്കുക. ഏട്ടെന്താ ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പോയിട്ടുണ്ട്. ബീച്ച് കൂട്ടത് ഇവിടെ ഒരു മണ്ണോരി കളിക്കാണ്. ഒരു അടിപൊളി വൈബ് ഉണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാന്ന്. മണ്ണോരി കളിക്കാനാണ് രസമാണ്. ഇവിടെ തൊട്ടപ്പുറത്തേനെ ഒരു ഷാക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ വിളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എൻജോയ് ചെയ്ത്.
ഇപ്പൊ ആ ചൂടൊക്കെ പോയി ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. നല്ല ഒരു സുഖമുള്ള ഒരു വെതറാട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റും. പകലാണ് നമുക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നത്, പക്ഷെ ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, ഒരു സഹിക്കാൻ പറ്റുന്ന വെതറാവും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ എൻജോയ് ചെയ്തിരിക്കുക. അതാ പറഞ്ഞു എന്തായി വെള്ളത്തിൽ പോയാ തിരയടിക്കേണ്ട ഇവിടെ തന്നെ ഭയങ്കര ഒച്ചയും ബഹളാ. തിരയുടെ കാണുമ്പോ തന്നെ നമുക്കത് അടിക്കണ്ട അറിയുന്നുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്തത്. ഫിഷ് 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 ഫിഷിനെ പിടിച്ച കാലോട് തട്ടിട്ടതാ. മറ്റേ നല്ല തിരടിച്ചപ്പോ വന്നതാ. എന്ത് ഫിഷാന്നറിയില്ല. ആ വെള്ളത്തിലേക്ക് ഇട്ടാ ഡൈ ആയി പോകുന്നു. എറിഞ്ഞ് തിരിച്ചു വരും. ഇപ്പൊ കിച്ചനെ കാണാൻ നല്ല തിരടിക്കണം. ഓ നല്ല തിരടിക്കണ്ടത്. ഓക്കെ തിരടിക്കണത്. ഗൈസ് ഇത് കണ്ടോ ഞാൻ എന്താ കഴിക്കാൻ പോണേന്നുള്ളത്? നമ്മുടെ ഗോവയുടെ സ്വന്തം ബെബൻക. നമ്മൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഡെസേർട്ടാണ് കഴിക്കേണ്ടതെന്ന് ആദ്യമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഒരൊറ്റ ഉത്തരവേ ബെബൻക. മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റമാണ്. എന്താണ്, ഓവർ മധുരം ഇല്ല, നമ്മുടെ കേരള രുചിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പം നമ്മുടെ ബെബൻക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യണം. ഓൾറെഡി ഒരു പീസ് കഴിച്ചോട്ടെ, അടിപൊളിയുണ്ട്. എത്ര ലെയർ അത്, ദൂരെ ലെയറാന്നോ ടേസ്റ്റ്. നമ്മുടെ അടയും അപ്പവും ഉണ്ണിയപ്പൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ടേസ്റ്റ് ആയിട്ട് ശരിക്കും വേണ്ടത്. കൊള്ളാം. ലെയർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലേറെ ആദ്യമേ കാണിച്ചപ്പോൾ അതിൻ്റെ വീട്ടിൽ ഞാൻ കഴിക്കണം. ഇച്ചോട്ടോ ഒരു ഗുഡ് മോർണിംഗ് പറയോ? ഗുഡ് മോർണിംഗ് എന്ന് ഗോവയിൽ നിന്നുള്ള അടുത്ത ദിവസത്തെ ഒരു ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ ബീച്ചിലേക്ക് നടക്കാനുള്ള ദൂരമല്ലോ. ഇപ്പോൾ ഞങ്ങൾ നടക്കാം. ഒരാൾക്ക് കേട്ട ഭാവില്ല കേട്ടോ, ഓടുകയാണ് രാത്രി. അല്ല ഈ ചുട്ടനെ ഓടിയ പോണത്. എത്ര വേഗം മണ്ണ് എത്രയും വരാൻ പറ്റുമോ അത്രയും വരാന്നുള്ളത്. ഇവിടുന്ന് ഒരു ലോറി വിളിച്ച് മണ്ണ് കൊണ്ടുവരാൻ ആൾ റെഡിയാണ്. അത്രയ്ക്കാണ് മണ്ണി വരി കളിക്കല്. ഭയങ്കര പരിചയത്തിൽ നടക്കണ. ഞങ്ങൾ നടന്നു വരുള്ളൂ, അവന് ഓട്ടി പോകണ ശരിക്കും. 2 ദിവസം നടന്നോടുകൂടി സ്ഥലം പരിചയായി. അവിടെയൊക്കെ ഫുള്ളിങ്ങനെ കുറച്ച് വീടുകളുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയ പ്രോപ്പർട്ടി അടുത്ത് ഇത് വരുന്നുണ്ട്, ഇത് ഹോട്ടൽസ് വരുന്നുണ്ട്. ഇങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ നടക്കാം. അവൻ ഞങ്ങളായിട്ട് ട്രോളാണ്, ഞങ്ങൾ പതുക്കെ നടക്കണം. ചുട്ടൻ ഡിഗ് ചെയ്ത് തുടങ്ങി. ചുട്ടൻ ഡിഗ് ചെയ്ത് ഓരോന്നുണ്ടാക്കൽ തുടങ്ങി. ഇച്ചുൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചതാണ് ടൂൾസുകളും. രാവിലത്തെ ബീച്ച് വൈബ്സ്. ഇന്നലെ രാത്രി ഇറങ്ങിയ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വന്നിരിക്കണേ. നമുക്കതാണ് നേരെ ഇങ്ങോട്ട് നടന്ന് പോരാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇന്നലത്തെ സെയിം സ്ഥലത്ത് തന്നെ വന്നിരിക്കുക. മണ്ണ് വരണ്ട് നല്ലോണം അടിക്കുമ്പോ ഇങ്ങനെ മണ്ണ് കയറി സൗണ്ട് കേൾക്കുമ്പോൾ എന്താ പരിപാടി? മോൻ്റെ കഴിഞ്ഞ പച്ചന് തുടങ്ങിയ
കിട്ടിയാലേ നമ്മള് ചെറുപ്പത്തിലെ കുട്ടികളെ പോലെയാന്ന് പറയണതാണ്. മണ്ണും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും വാരി വാരി ഇരിക്കും. എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചേട്ടാ? ഇച്ചു ബേസ്മെന്റ് ഉണ്ടാക്കിട്ടോ. അച്ഛൻ്റെ ബേസ്മെന്റ് ആണ് ഈ കാണേ. അത് ഇതിലൊക്കെ വണ്ടി വരുന്നാണ് അവൻ പറയണത്. ഇവിടെ ഗവൺമെന്റിന്റെ ആൾക്കാര് രാവിലെ തന്നെ വന്ന് ബീച്ച് ക്ലീൻ ആക്കണ്ട. നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ടിരിക്കണേ. അതെ, നല്ലൊരു കാര്യമാണ്. അതെ, കേരളത്തിൽ എത്ര ബീച്ച് ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ബീച്ച് ഉണ്ട്. അതൊക്കെ ഒരു ഗോവൻ വൈബ് ആക്കി കഴിഞ്ഞാൽ എത്ര രസം ഉണ്ടാവൂലേ. അവിടെ പോയി സായിപ്പും അതാണ് ഇതേ പോയി. അവരുടെ സുഖം നൈസായിട്ട് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇഷാന്റെ 2 കാസിൽ പണി കഴിഞ്ഞു അല്ലേ? ഓ, ബിഗ് ഇഷാന്റെ. ഓക്കെ, ഇനി വരുമ്പോ ഉണ്ടോ നോക്കട്ടെ നമുക്ക്. ഓക്കെ, ബാ, ലെറ്റ്സ് ഗോ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. വിശന്ന് തുടങ്ങി. ബാ. നമ്മുടെ റിസോർട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു പൂളുണ്ടേ. ഒരാൾ ഫുൾ ടൈം പൂളിൽ കളി തന്നെയാണ്. ഇവിടുന്ന് കയറണില്ല. പൂളിൽ ഇറങ്ങാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ജസ്റ്റ് എന്തെങ്കിലും കുടിക്കും, ചാടും. ഇതന്നെ പണി. 2 ദിവസമായിട്ടൊക്കെ ഇതിൻ്റെ കയറണില്ല. ചേട്ടൻ അവിടെ കയറി കിടക്കും. ഇതന്നെ പണിയാണ്ട. കളി തകർക്കൽ. കയറണില്ല ഷാൻ? കയറണില്ലേ? കം, ലെറ്റ്സ് ഗോ. മതി മതി, പോവാം. പോവാ, കം, ലെറ്റ്സ് ഗോ. പായ ദേ ഇത് വരുന്നുണ്ട്. വലിയ ബഗ് വരുന്നുണ്ട്. പഠിക്കത്. വരൂ, പോകാം. 1 o'clock ആയി. ഭയങ്കര ഹോട്ടായി തുടങ്ങി ക്ലൈമറ്റ്. വാ, സ്വിമ്മിങ് ക്ലോസ് ചെയ്തു. വരൂ. Wow, looks nice. നല്ലൊരു പിസ്സ അല്ലേ കാണാൻ? എൻ്റെ കഴിച്ചു നോക്കിയിട്ട് പറയാം. റവ ഫ്രൈ ഗോവൻ സ്റ്റൈൽ. അപ്പോൾ ദേ അടുത്തൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും നിങ്ങൾ കാണുന്നത്. പല ദിവസം എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഈ അഗോഡ ഫോർട്ടും കൻഡോളം ബീച്ച്, പ്രോപ്പർ ബീച്ചിൻ്റെ അവിടേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനാണ്. ഇന്നലെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇത്ര ദിവസം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ. അപ്പോൾ ഇനി മാർക്കറ്റൊക്കെ ഉണ്ട്, കണ്ടോളം മാർക്കറ്റ്. ഇതെല്ലാം ഞങ്ങൾ സിനഗോറിയും ഇത് മാത്രമേ പോയുള്ളൂ. അഗോഡ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് അഗോഡ ഫോർട്ടും കൻഡോളം സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരുന്ന വെച്ചാൽ നമ്മൾ ഇറങ്ങാണ്. വൈകുന്നേരം എപ്പോഴും ഇറങ്ങിയത് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം. ഇന്ന് ഞങ്ങളൊക്കെ ഉണ്ട് ചോട്ടൻ ഡ്രസ്സൊക്കെ. എല്ലാവരും ഗോവൻ സ്റ്റൈലായി. നല്ല സൂപ്പറായിട്ട് വെയിലുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. ഏട്ടനെ കണ്ടേ? നിന്റെ അടി മോന് മാച്ചാ. ബ്ലാക്ക് ഫുള്ള് യോയാണ്. ഇച്ചോനോടെ ഫുള്ള് യോയ എന്നല്ലേ. അപ്പൊ നമുക്ക് അഗോഡ കാഴ്ച കാണാം. അഗോഡ ഫോർട്ടിലേക്ക് പോണ വഴിയായിട്ടത് ഫുൾ ഫോറസ്റ്റ് ആടാ. നല്ല 2 സൈഡിലും അത്യാവശ്യം ഇങ്ങനെ ഫോറസ്റ്റ് ആയിട്ട് കിടക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു ചർച്ച് കണ്ടിരുന്നു. പിന്നെ അഗോഡ ജയിൽ മ്യൂസിയം കണ്ടിരുന്നു. അവിടേക്ക് നമ്മൾ കയറിയില്ല. നമുക്ക് നേരെ ഫോർട്ടിന്റെ അടുക്ക് പോവാണ്. അത്യാവശ്യം നല്ല ഒരു പോണ വഴിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. ഈ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് വീടും റിസോർട്ടുകളും കണ്ടെന്നോ. അത് ഞാൻ ഫുള്ള് ഇങ്ങനെ കടുപിടിച്ചെടുക്ക. നല്ല വെയില് കാണില്ല, വെയിലടിച്ചിട്ടൊന്നും.
ഫോർട്ടിൻ്റെ ടൈം ഉണ്ട് കേട്ടോ, ക്ലോസിങ് ടൈം 5:30 ടിക്കറ്റ് ഉണ്ട്. നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റിന് 25 രൂപ കുട്ടികൾക്ക് വേണ്ട, 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട. അപ്പൊ ഇച്ചിട്ട് ഷർട്ടല്ലേ ഇവിടെയും ടെന്നീസ് The four Agoda building 1612 compressed in the lower. നമ്മളിത് അഗോഡ ഫോർട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കട്ടോ. ഒരു താഴെ ഒരു കടുങ്ങൊക്കെ ഉണ്ട്. ചൂടാ ചിക്കട്ട നടക്കാണ്. വൈകിട്ട് 5:30 ആയി. അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ട്. ശരിക്കും വന്നപ്പോ നമ്മള് യുദ്ധമൊക്കെ ഇത് പോർച്ചുഗീസുകാര് ഉണ്ടാക്കിയതാ. പ്ലേസ് ഓഫ് വാട്ടർ അഗോഡ എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് വാട്ടർ എന്നാണ് പോർച്ചുഗീസില്. അവിടെ ഒരു വാട്ടർ പ്ലേസ് ആണ്. കറക്റ്റ്. മോളിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോണം. കോട്ടയാണ്, കോട്ട. അങ്ങനെ നമ്മള് മോളിൽ കയറി. യെസ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാ കടല് കാണാം, പഞ്ചിം കാണാം. അടിപൊളിയല്ലേ? എത്തിപ്പോ വേറൊരു വൈബായിട്ടാ. ഇവിടെ നോക്കി കഴിഞ്ഞാ പഞ്ചിം മൊത്തം കാണാം. നല്ല വ്യൂവാ. രസമുണ്ട് അല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. 260 ഫീറ്റ് കടൽ ലെവലിനകട മുകളിലാണ്. അങ്ങനെ ഒരു വഴിയുണ്ട് അല്ലേ? പോർട്ടിലോട്ടൊരു വഴിയുണ്ട്. നല്ല വ്യൂ ആട്ടോ അവിടെ വരും. എല്ലാവർക്കും ഹായ് പറ. പോരാ. ജഗതി പറഞ്ഞ പോലെ, ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ പോലെ, ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കറന്നവനാണ് ഈ തോമ. നോക്കിയ നല്ല ഇറക്കട്ടാ. അത് മാത്രല്ല നല്ല സ്ലിപ്പറിയാ. ഇവിടെ പിടിക്കാൻ ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ മെനക്കടാ. വാ പോരെ. നല്ല ഇറക്കണ്ട് കേട്ടാ. ചൂട്ടൻ മാമീനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ പോയ ആള് മോളിൽ കയറിയിട്ട് അതിലേ വരുന്നുണ്ട്. ഇറങ്ങിക്കോ. അങ്ങനെ സ്ലിപ്പ് ആവില്ല. ഇല്ല, കുഴപ്പമില്ല. ഇതിന്റെ സെന്റർ പോർഷൻ ആണ്ടത്. ഇതിന്റെ അടിയില് വെള്ളം എന്നാണ് ഈ ചൂട്ട പറയണത്. ഫുള്ള് ഈ ഇങ്ങനെ ഓരോ ഡോർ ഹോൾസ് കാണില്ലേ, അത് അതിൻ്റെ ഉള്ളില് എന്താണെന്ന് അതിന്റെ അറിയില്ല. കാണുമ്പോൾ ഒരു ജയില് പോലെ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുറ്റുണ്ട് ഇങ്ങനെ. കയറി അങ്ങനെ നോക്കണം, ജമ്പ് ചെയ്ത് കയറണം. ഇവിടെ ഇങ്ങനെ ഓരോ ഇത് കാണുന്നുണ്ട്. എന്താന്നറിയില്ല. ഈ ചുട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഒച്ച കിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ട്. അതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. കുറേ ഉണ്ട് ഇവിടെ ഇങ്ങനെ. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ എന്താ. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് ഉദ്ദേശിച്ചില്ല. അപ്പൊ ഈ ഇതെന്താന്ന് എഴുതി വെച്ചിട്ടില്ല അല്ലേ? മറ്റേ ഈ ഹോൾസുകൾ എന്താന്നുള്ളത്. ഇതിന്റെ താഴെ റൂംസ് പോലെ എന്തോണ് എയർ പാസേജിന് വേണ്ടി എന്തോ വെച്ചോളാം തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം വിച്ചുകൂട്ടനൊരു കല്ല് നിലത്തോട്ട് ഇട്ടു. അത് ഒച്ചട്ട് താഴെ വന്ന് വീണ്ടായിരുന്നു. അത് അവിടുന്ന് കടലില് വെള്ളം അടിക്കുന്ന സൗണ്ട് ആയിക്കോ. ഗോവയെ മാത്രം നമ്മുടെ കൊച്ചി വൈബില്ലാതെ വേണ്ട.
കൊച്ചിക്കാര് കുറെ പേരെ നമുക്ക് കിട്ടിയിട്ട് ഓരോരുത്തർ പേര് പറയും. പ്രണവ്. എന്റെ സിന്ധി. ആകാശ്. ഹായ് ഗൈസ്, എന്റെ പേര് സാന്ദ്ര. ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല, വേറൊരാള് പേര് പറയൂ. അലീന. എല്ലാരും കൊച്ചിക്കാരാട്ടാ. എല്ലാരും കൊച്ചിയല്ലേ? എല്ലാരും കൊച്ചി. നല്ല വൈബ് ടീമാട്ടാ. ന്യൂ ഇയർ ആകുമ്പോ കൊച്ചിയിൽ വരണം, ഫോട്ടോ കൊച്ചിയിൽ നമുക്ക് വൈബ് ചെയ്യാം. അടിപൊളി. ഹാപ്പി ലൈഫ് സ്റ്റൈൽ ബൈ ശ്രീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബൈ. നമ്മുടെ വിജയം. ഓക്കെ ബൈ. അങ്ങനെ നമുക്ക് ഇവിടെ അതിപ്പോഴ് കുറച്ച് മലയാളി കമ്പനീസ് കിട്ടി. കാണാനില്ലല്ലോ. മോള് കാണണം ലൈറ്റ് ഹൗസ്. ആൾക്കാരെ മോളിൽ കയറണം. സെപ്പറേറ്റ് Wait. Ada old one. Ada new one. കുറെ എന്താ ഡെപ്ത് അല്ലേ, മറ്റേ ആൾക്കാരൊക്കെ എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയുണ്ടാവും മിക്കവാറും പണ്ട് അവിടെയൊക്കെ. പക്ഷെ ആ പാലസിന്റെ ഒക്കെ കുറെ ഭാഗങ്ങൾ കാണാണ്ടിട്ടത് അവിടെയൊക്കെ കണ്ടോ. ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഇവിടുന്ന് ഉണ്ടായിരുന്ന സ്റ്റെപ്സ്. ഗോവ എന്ന് പറയുമ്പോ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇങ്ങനെ കുറെ സ്ഥലം വന്ന് കാണുമ്പോഴാണ് ഗോവ ചെറുതല്ലോ ഇഷ്ടംപോലെ. അപ്പുറത്തെ സൈഡില് പഞ്ചിയും അവിടെ തന്നെ ഒരു കറങ്ങാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അറ്റത്ത് വേറൊരു മൗണ്ടും കണ്ട. അതിനോട് ചേർന്നിട്ട് ബട്ടർഫ്ലൈ ബീച്ച്, ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് ഇനിയും കാണാൻ. ഗോവ കണ്ട തീരില്ല. അപ്പൊ ഇനിയും വരാന്ന് പറയുന്നത്. One thing kanda. 1 year we stay here. 2025 fully revision. അപ്പൊ നമ്മൾ സ്കൂൾ ഇവിടെ ആക്കാം. റെഡി? അതില്ല നമുക്ക് അപ്പൊ സ്കൂളിൽ പോകണ്ടല്ലേ? 2026 നമുക്ക് വീടാക്കില്ല, സ്കൂളാക്കില്ല, കൂടെ വീട് വാങ്ങിച്ചല്ല. 2025 all day full year and ever go over travel പിന്നെ സ്കൂളിൽ പോണ്ട. സ്കൂളിൽ പോകരുത്. 2026 അവിടെ ഒരു ഷിപ്പ് കണ്ട കൂടാ. ഇവിടെ ഒരു ഷിപ്പ് കണ്ട. കാർഗോ ഷിപ്പായിട്ട് പോകുന്ന പോലെ. അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിലത്തെ ആ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇച്ചുകൂടെ പറഞ്ഞ കറക്റ്റാണ്. വാട്ടർ ടാങ്ക് ആണ് ഇതിന്റെ മേൽഭാഗം. അപ്പൊ ബാക്കിയുള്ളത് ആ നേരത്തെ കണ്ട പിങ്ക് ഇത് ഈ പിങ്ക് മുകളിൽ കാണുന്ന സ്ക്വയർ സംഭവങ്ങള്. ഓക്കെ, ഇത് ലൈറ്റ് ഹൗസ്, ഇത് ഡ്രിങ്കിങ് വാട്ടർ. അതൊക്കെ ഇപ്പൊ വെച്ചല്ലാട്ടാ. ഇത് ബേസിക്കലി വാട്ടർ റിസർവ് ആയിരുന്നത്. അതെ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകള് സ്ലോ ചെയ്ത് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്തോളൂ കേട്ടോ. ഇച്ചുട്ടിനെ എവിടേക്ക് പോണേ? ജയിലിലേക്കാണ് പോണേ. അയ്യോ പിടിച്ചോ, പിടിച്ചോ. ജയിലാണ് അതിൻ്റെ ഉള്ളിൽ. എന്താ സംഭവം? ബബിൾസ് ഉണ്ടോ? ബബിൾസ്. ഓ ഇവിടെ എന്താ ലൈറ്റ്. ഓ ഇത് എല്ലാരും ഇറങ്ങിട്ടോ, ഒരു മനുഷ്യനില്ല. ഇപ്പൊ വീഡിയോ ഇങ്ങനെ പുറത്തുള്ളത് കേട്ടോ. കാണുമ്പോ നല്ല താഴ്ചണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. ഡാഡി മോനെ കൂടി അവിടെ കളിയായി.
അവന് കാല് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവും നടന്നിട്ട്. അവൻ ആരുടെ മേത്ത തൂങ്ങണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവിടുന്ന് കടൽ നമ്മൾ തിരിച്ചിറങ്ങി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഞങ്ങൾ രാത്രി കാഴ്ച കണ്ട് കണ്ടോളം ബീച്ചിൻ്റെ അതിൽ കൂടെ നടക്കാൻ കേട്ടോ. നമ്മൾ ഇന്നലെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ബീച്ചിൻ്റെ ഇടയ്ക്ക്. ഇന്ന് കണ്ടോളം ബീച്ചിൻ്റെ പ്രോപ്പറായിട്ടാണ് ഫുള്ള് ഷാർക്കാണ്. ഫുള്ള് ലൈറ്റുകളും വൈബുകളായിരിക്കും അല്ലേ. കൂടി നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നമ്മള് താമസിക്കുന്ന സ്ഥലത്തിനകടം ഈ ഏരിയയിലേക്ക് എത്തിയപ്പോ നിറച്ച് ഷാക്കുകൾ നിറഞ്ഞു അല്ലേ. ആൾക്കാരുണ്ട്, വൈബായി, ബഹളായി. അതെ അതെ. ഇവിടെ എത്തിയപ്പോ നല്ല തിരക്കായി അല്ലേ. ക്രൗഡായി, ബീച്ച് നിറച്ച ആൾക്കാരായി. അതെ ശരി, അതൊന്നും കേക്കണ്ടാവില്ല പറയണത്. പട്ടിയും പശുവും ആകെ ക്രൗഡ് ഉണ്ടോ. വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആൾക്കാരെ ഡ്രോപ്പ് ചെയ്ത് അവിടെ പാർക്കിങ്ങിലേക്ക് പോവാണ് ചെയ്യണത്. ഗോവൻ വണ്ടി ഫുള്ള് സ്ട്രീറ്റ് അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് നല്ല വൈബാക്കി വെച്ചിട്ടുണ്ട്. ഗോവൻ വണ്ടി ഇവിടെ നമ്മളെ ഗോവൻ വണ്ടി. അങ്ങനെ ഗോവയിലേക്ക് ഫാമിലി എൻജോയ് ചെയ്യാൻ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗോവയിലേക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞേ. ബ്ലോക്ക് വേണ്ട, നമ്മള് അവിടെ നിൽക്കുന്നത് എന്തൊരു സമാധാനം, ശാന്തി. അല്ല നമ്മള് ശരിക്ക് ഹോളിഡേ വേറെ ഹോളിഡേ വരെ ഹോളിഡേ ഹോട്ടലിലാണ് അങ്ങനെ ഇട്ടത്. അത് ഇവിടം വരെ വന്നിട്ട് തിരിച്ചിട്ടാ പോയതാണ്. ഭയങ്കര തിരക്കോടെ ഞങ്ങൾ പറയാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കിടന്നപ്പോ ഈ റോട്ടിലേക്ക് കയറിയപ്പോഴേക്ക് നമുക്ക് മനസ്സിലായി നമ്മൾ ഹോളിഡേ തന്നെയല്ല ഇട്ടത് എന്നുള്ളത്. വേഗം തന്നെ വണ്ടി തിരിച്ചവിടേക്ക് ഒരു വീട്ടിൽ കയറ്റി, ഒരു ഹോം സ്റ്റേയിൽ കയറ്റി തിരിച്ചു. അതുകൊണ്ട് നന്നായില്ലേ പെട്ടേനെ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കോടാ. ഇപ്പൊ ഫ്രണ്ടിലേക്ക് പാർക്കിംഗ് നോക്കി കാണിച്ചു കൊടുത്തേ, മോളിൽ കയറുന്ന കാണിച്ചു കൊടുത്തു. ഏരിയയില് പാർക്കിംഗ് ഉണ്ട്, അപ്പുറത്തെ പാർക്കിംഗ് ഫുള്ളായിട്ട് വരുന്നതാണ് ഇപ്പുറത്തേക്ക്. നമ്മളിപ്പോ വീഡിയോ എടുത്തില്ലേ ഒരു വണ്ടി സെന്ററില്. അല്ല എന്താ വെച്ചാലേ നമ്മൾ ഈ ഇതിന്റെ അടുത്ത് താമസിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു 2 to 3 hours വെറുതെ ട്രാഫിക്കിൽ തന്നെ ഒന്ന് പോകും. അത്രയ്ക്കും തിരക്കാ. ചെറിയ റോഡല്ലേ ഇവിടുത്തെ, അതുകൊണ്ട് അടുത്തങ്ങോട്ട് എടുക്ക, അവിടെ തന്നെ എൻജോയ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അല്ലേ എവിടെ പോയാലും തന്നെ അവസ്ഥ. ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ മണാലിയില് ബ്ലോക്ക് വന്നത്, ഊട്ടി, വയനാട് എല്ലായിടത്തും ബ്ലോക്ക് തന്നെ. ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ ഏറ്റവും അടുത്ത് ലൊക്കേഷൻ എവിടെ പോകണ്ട അവിടെ അടുത്ത് നിൽക്കുക. ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ, നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. അപ്പൊ നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളൊരു വീട്ടിൽ കയറി തിരിച്ചു വന്നു. ഈ വീട്ടിലാ, ഈ വീടല്ലേ ഇത് 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 ആ ഈ ഗേറ്റ്. ഇന്നലെ ഇവിടെ വണ്ടിയൊന്നും ഉണ്ടല്ലേ, ഈ ഗേറ്റ് തുറന്നു കിടക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഗേറ്റ് ഞങ്ങള് തിരിച്ചത് ഹോം സ്റ്റേ ആണത്. ഇവിടം വരെ എത്തി ഞങ്ങൾ നടന്ന്. അതിനകത്ത് എത്ര നേരം എടുത്ത് തന്നാ, നല്ല ബ്ലോക്ക്. അല്ല ഇപ്പൊ നടന്നു വന്ന കാര്യം പറയാ, ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങള് വന്ന് 2 വണ്ടി കഷ്ടിച്ചു പോവും. അങ്ങനത്തെ സ്ഥലമുള്ള ഇവിടെ അല്ല, അവിടെ അങ്ങനെ തന്നെ ഉണ്ടോ ഗോവയില്. ഗോവയിൽ ഏറ്റവും നല്ലത് ബൈക്ക് എടുത്ത് വരുമ്പോ പ്രത്യേകിച്ച് ചെറിയ റോഡായിരുന്നു. അല്ല ബൈക്ക് എടുത്ത് കറങ്ങാം, അതാണ് ഏറ്റവും നല്ലത്. കാൻഡോളത്ത് നമുക്കൊരു കേരള റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. കേരള റെസ്റ്റോറന്റ് കാണുമ്പോ തന്നെ ഒരു സന്തോഷല്ലേ. ഇവിടെ ചേച്ചി ഉണ്ട്, ഈ ചേച്ചി അവിടുത്തെ സ്റ്റാഫ് ഉണ്ടല്ലേ കേരള റെസ്റ്റോറന്റ്. ചേച്ചി മലയാളി അല്ലേ? ഇതെവിടെ റെസ്റ്റോറന്റ്? ഓ ഇതിന്റെ ഉള്ളിലാ. ഓക്കെ സെറ്റ് സാരി ഉണ്ട്. ഞാൻ മലയാളം വെച്ചത് മലയാളില്ല. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ചർച്ചാട്ടോ, നല്ല വലിയ ചർച്ച്. പക്ഷെ അങ്ങനെ തിരക്ക് ആരും ഇല്ല ഇപ്പോൾ രാത്രിയിലൊക്കെ ആയിട്ട്. ഇത് പഴയത്, ഇത് പുതിയത്. ആ കാൻഡോലോ നല്ല സൈൻഡ്.
പഴയ ഓടത്തിട്ടോ പഴയ രീതി. ഇത് ഹോളാണ് ഇനി മൾട്ടിപർപ്പസ്. ഇവിടെ എന്തോ ഹോള് ഉണ്ടല്ലോ, മൾട്ടിപർപ്പസ് ഹോളാണ്. ഹോളും ഉണ്ട്. അപ്പൊ ഇതാണ് പള്ളി, ഹോളും ആണ്. നമ്മുടെ ഹോളിഡേ ഇന്നിന്റെ തൊട്ടടുത്ത് തന്നെ അത്. നമ്മളിങ്ങനെ നടക്കാം രാത്രിയിൽ നടന്ന് ബീച്ചിൽ കൂടെ നടന്നത്. നാള് തിരക്കിൻ്റെ ഇടയിൽ കൂടെ നടന്നതാ. ഇപ്പൊ ഹോട്ടലിലവിടെ എത്താറേ. ഞങ്ങള് പിന്നെ ഡെയിലി എത്ര നമ്മള് 5-6 കിലോമീറ്റർ നടക്കണല്ലേ രാവിലെ വൈകുന്നേരം കൂടി. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ കാഴ്ച കണ്ട് ഗോവൻ വൈബ് അടിച്ചങ്ങനെ നടക്കാണ്. ഇനിയിപ്പോ ലെയർ അടിക്കുന്നുണ്ട് ഫേസിലേക്ക്. നമ്മളിനി നാളെ കൂടി ഉള്ളൂടെ, നാളെ വെക്കേറ്റിങ്ങാ. അപ്പൊ വൈബ് തീർക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണതാ. അപ്പൊ ആ വൈബ് കിട്ടാൻ വേണ്ടിട്ട് കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാ നമ്മള്. ക്ഷീണിച്ച വേർത്താ ഞങ്ങള്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മള് ഇവരെ പോലെ ഡ്രസ് ചെയ്തിട്ട് നമ്മള് കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ടായില്ലേ. ഇപ്പൊ ഒരു ഡ്രസ് ചെയ്ത് 2 ക്യാമറ കണ്ടിരുന്നോന്ന് അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോയില് ഗോവയില് വന്നപ്പോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോ. അത് അവരെ ട്രഡീഷണൽ ഡ്രസ്സാന്ന് പറയുന്നത്. അപ്പൊ നമ്മള് താമസിക്കുന്ന അടുത്തുനിന്ന് കാൻഡോലം ബീച്ചിന്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ചെറുതായിട്ട് നമുക്ക് ചൂടൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. ചൂട് കാറ്റടിച്ച പോലെ. അവിടെ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവൂല ആ വീഡിയോ ഒന്നും. ചെറിയ ചൂടടിക്കണ്ടായിരുന്നു. ആ പിന്നെ നമ്മളിപ്പോ ഈ താമസിക്കുന്ന അടുത്ത് എത്തുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ തിരക്കും കുറവുണ്ട്. ഒരു പീസ്ഫുള്ളി ഉണ്ട്. ഫാമിലി ആയിട്ടുള്ളവർക്ക് നടന്ന കാഴ്ചക്കുള്ള വൈബ് ഉണ്ട് കേട്ടോ. ഭയങ്കര ക്രൗഡും ഭയങ്കര ഒച്ചയും വണ്ടികളും ആകെ ബഹളാട്ടാ നമുക്ക്. ഇപ്പൊ ഇവിടെ എത്തുമ്പോ നമുക്ക് ആവശ്യമുള്ള ഹോട്ടൽസ്, നല്ല നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്, വൈബുകളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മള് ഡിന്നർ കഴിക്കാതിരിക്കാണ്. നമുക്കൊരു സജഷൻ ഗോവയിൽ വരുമ്പോൾ ഉള്ളത് എന്താന്ന് വെച്ചാല്, ഒരിക്കലും നമ്മള് ഡിന്നർ ലഞ്ച് ബുക്ക് ചെയ്യാണ്ടിരിക്കുക. താമസിക്കുന്ന ഹോട്ടലില് നമ്മുടെ റൂമിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഫുഡിനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. എക്സ്ട്രാ പേയ്മെന്റ് ആണ്. നമ്മളിപ്പോ പെർ ഡേ 6000 കൊടുത്തിട്ടാണ് നമ്മളത് എടുക്കണത്. എക്സ്ട്രാ കൊടുക്കണം നമ്മള്. പക്ഷെ വെറുത്തല്ല കേട്ടോ. നമ്മളിപ്പോ ഉച്ചകൊണ്ട് പോലെ ഒന്നും തിന്നാൻ കിട്ടിയ കേഡ് റൈസ് പോലും പൊളിച്ച കേഡ് റൈസ്. ഞങ്ങള് ഈ കഴിഞ്ഞ 3 days ആയിട്ട് ഈ ഹോളിഡേയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഹോളിഡേ ബാക്കിയുള്ള ഹോട്ടൽസ് ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഞാൻ ഹോളിഡേയിലുള്ള കാര്യം ഞങ്ങൾ പറയണത്. കാൻഡോളത്തുള്ള ഹോളിഡേയിൽ ഞങ്ങൾ 3 days ആയിട്ട് ഡിന്നറിൽ ഈ പാസ്തേൻ്റെ ഉൾസ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റൈസ് ഉണ്ടാകും. ഞങ്ങൾ ഒരു 9:30, 9:40 ആ സമയത്തൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇറങ്ങിയിട്ടും അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് മറ്റേ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 10:30 വരെയാണ് ഫുഡിന് ടൈം പറയണത്. പക്ഷെ നമുക്കിവിടെ വരുമ്പോൾ റൈസൊക്കെ ഉണങ്ങി വേണമെങ്കിൽ തിന്നുള്ള ഭാഗത്തിനോട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, ചേനത്തോരൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മള് വീട്ടിലുണ്ടാകും. സംബന്ധിച്ചാൽ നമുക്ക് വെറുത്തല്ല. അതാണ് മെയിൻ കാര്യം. ഇപ്പൊ നമ്മളൊരു പെർ ഹെഡ് 2000 rupees വെച്ച് കൊടുത്തിട്ട് 6000 രൂപ നമ്മൾ കൊടുക്കണ്ട. അപ്പൊ അതിന് വെറുത്തല്ല. അപ്പൊ നമ്മളത് ഇനി ഫ്യൂച്ചറിൽ ചെയ്യുമ്പോൾ എടുക്കാണ്ടിരിക്കുക. ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു സാധനം ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം സ്റ്റാഫ് പോയി പറ്റില്ല എന്ന് പറയും. പിന്നെ നമ്മൾ ഷെഫിനോട് പോയി ചോദിക്കുമ്പോൾ അവർ ചെയ്തു തരാന്ന് പറയും. അപ്പൊ ഇവന് കേർഡ് റൈസ് മതി. കേർഡ് റൈസ് എടുത്തിട്ട് കുളിച്ചിട്ട് വയൽ വെക്കാൻ നിർത്തില്ല. ഒരു 5 star ഹോട്ടലിലൊക്കെ ഇങ്ങനെ കിട്ടാതെ നമുക്ക് വിശ്വസിക്കാം. അതെന്ന് വെച്ചാല് ചിലപ്പോ ഒരു ബ്രാൻഡിന്റെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഹോളിഡേന്റെ കാര്യം പറഞ്ഞ വേറെ ബ്രാൻഡുകൾ നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല. നമ്മുടെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുക്കാണ്ടിരിക്കണതാണ് ബുദ്ധി. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വരുമ്പോ ഇത്രയും ദിവസം നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ബുക്ക് ചെയ്യുമ്പോ നമുക്ക് ഒരു ഗോവൻ ഫുഡുകൾ കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ഞങ്ങളത് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് എക്സ്ട്രാ കുറച്ച് ഗോവൻ റൈസും അതും പറയണമല്ലോ, ഗോവൻ റൈസും ഫിഷ് കറി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ചോദിച്ചപ്പോഴാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് എടുക്കുമ്പോൾ അത് ഒരിക്കലും അത് വെർത്തല്ല. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള ഫുഡുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾക്ക് കഴിക്കുന്ന ഫുഡുകൾ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്.
നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതൊരു ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളത് ഇത്രയും പൈസ കൊടുത്തെടുക്കുമ്പോ വെറുത്തല്ല, അതാണ് പറയുന്നത് കേട്ടാ. ഇപ്പൊ നമ്മുടെ ഗോവൻ ഡേയ്സ് കഴിയാൻ പോകട്ടെ. നമ്മുടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇനി നമ്മള് പോണത് എവിടെയാ? ബസ്സിലേക്ക് പോവാ. അത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർ. ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോ ഒരു സങ്കടമാണ് അല്ലേ ഇച്ചുകൂട്ടാ? അപ്പൊ നമുക്ക് ഈ ഹോളിഡേയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഉള്ള കാര്യം പറയാണ്. 5 സ്റ്റാർ ഹോട്ടലാന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഡിന്നർ മോശമായിരുന്നു. ഡിന്നർ ശരിക്കും പറഞ്ഞാൽ നമ്മള് ബുക്ക് ചെയ്തപ്പോ ഡിന്നർ ഉൾപ്പെടെ ബുക്ക് ചെയ്ത നമ്മൾ എക്സ്ട്രാ അതിന് പേയ്മെന്റ് ചെയ്യുക. അപ്പൊ അത് വെറുത്തല്ല. അപ്പൊ ഗോവയില് തന്നെ ഒരു ബുക്ക് ചെയ്യാണ്ടിരിക്കണാണ് നല്ലത്. കാരണം എക്സ്പീരിയൻസ് എന്ന് വെച്ചാല് നമ്മൾക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളത് ബുക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബീച്ചിലെ ഷാക്കിലോ എവിടെയെങ്കിലും ആ ടൈം ഫുള്ള് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തത്. ഈ പ്രാവശ്യം നമ്മള് ഗോവൻ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ബുക്ക് ചെയ്താ. പക്ഷെ ഡിസപ്പോയിന്റ് ആയി പോയി. ഞങ്ങൾക്ക് ഞങ്ങളെ കംപ്ലൈന്റ് പറഞ്ഞപ്പോ നമുക്കൊന്ന് ഒരു ദിവസം ഒരു ഫിഷ് കറി കിട്ടി. അതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. പിന്നെ സർവീസ് വൈസ് ആണെങ്കിലും നമുക്ക് ഒരു ഞങ്ങൾ തോന്നലാണോ എന്നല്ല, പക്ഷെ വേറെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് പറയാണ്. ഈ നോർത്ത് സൈഡിൽ വരുന്ന കഴിയുമ്പോ നമ്മള് ഇന്ത്യക്കാരോടോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിനോടാണോ ഇന്ത്യക്കാരോടാണെന്നറിയില്ല, ഒരു പാഷ്വാലിറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വിവാദമല്ലല്ലേ, ഉള്ള കാര്യമാണല്ലോ. നമ്മള് സത്യം പറയണം, അത്രേ ഉള്ളൂ. വിവാദമാക്കണ്ടവർക്ക് വിവാദമാക്കാം അല്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോലെ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോ ബാക്കി പലയിടത്തും വെള്ളമുണ്ട്, പ്ലേറ്റും ഉണ്ട്, സകല സാധനം ഉണ്ട്. ഇത് നമ്മള് വാട്ടർ വേണം, പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മ കൊണ്ടുവന്ന് വെക്കണ ഒരു ഫീലിംഗ്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് ഷാക്കില് പോയാലും ഫോറിനേഴ്സിനോട് ബിഹേവ് ചെയ്യണം, നമ്മളോട് ബിഹേവ് ചെയ്യണം ഭയങ്കര വ്യത്യാസം. അതിഥി ദേവോഭവന്ന് പറയാം, പക്ഷെ നമ്മളും അതിഥികളാന്ന് ആലോചിച്ചിട്ട് സെയിം പൈസ തന്നെ കൊടുക്കുന്നത്. നമ്മളും അവർ പറഞ്ഞ എത്ര പൈസ പറയേണ്ടത് തന്നെ കൊടുത്തിട്ടല്ലേ നമ്മളും ബുക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ. ഷാക്കില് പോയിരിക്കുമ്പോ ഫ്രണ്ടിലെ ഷാക്കില് നമ്മള് ഇവൻ കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫ്രണ്ടിലിരുന്നത്. അപ്പൊ നമ്മളെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് അവർ ബാക്കിൽ വിട്ടു. അത് ഫ്രണ്ടിൽ അത് അവർക്ക് ഉള്ളതാണ്, അവരാണ് ഇരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് നമ്മള് വീഡിയോന്നും പറഞ്ഞില്ല അത്. പക്ഷെ ഇപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോഴും ഈ ഇക്കൊല്ലം നമുക്ക് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തപ്പോ അല്ല, അത് ഇവിടെ ഉള്ളവരങ്ങനെ ഇതാരെങ്കിലും വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഉള്ളവരത് മാറ്റണം. അത് ശരിയല്ല. എല്ലാവരും ഈക്വലായിട്ട് കാണാൻ പഠിക്കണം, അതാണ് നല്ലത്. നമ്മൾ അവരോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ. നമ്മള് നമ്മൾ എൻജോയ് ചെയ്യുന്നു, പോരുന്നു, അത്ര തന്നെ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാം. ഇനിയിപ്പോ നമ്മള് ബസ്സിലേക്ക് പോയിട്ട് ബാംഗ്ലൂർ ഞങ്ങളുടെ മൂഡ് ശരിയാക്കിയിരുന്നു. നമ്മള് ബസ്സിലേക്കയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ പാർക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് പോകണ്ട, നല്ല തിരക്കുണ്ട്. അപ്പോ നമ്മള് ചർച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കുറച്ച് പാർക്കിംഗ് ഉണ്ട്, അവിടേക്ക് വന്നേക്ക്. ഇപ്പൊ ഇവിടെ എന്തോ ഒരു പഴയൊരു കൺസ്ട്രക്ഷൻ എന്തോ കാണാനുണ്ട്. ബസ്സിലേക്കയുടെ എന്തെങ്കിലും ആകുമ്പോൾ അടുത്ത് പോയിട്ട് നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ ഉണ്ടിട്ട് കുറെ ഇങ്ങനെ വേറെ ചർച്ചിന്റെ എന്തൊക്കെയോ കാണാനുണ്ട് കുറെ. നമുക്കിത് എന്താണെന്ന് അറിയില്ല, ഇറങ്ങി നടന്ന് നോക്കണം. സെന്റ് അഗസ്റ്റീൻ ടവർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പഴയ ബസ്സിലേക്കായിരിക്കണം. റോട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ പഞ്ചിം ബ്രിഡ്ജ് ഇറങ്ങി വന്ന് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ കണ്ടിരുന്നത് മറ്റേ ചെങ്കല്ലോട് ഉണ്ടാക്കിയ പഴയ ചർച്ചിന്റെ അതിന്റെ ഇപ്പുറത്തേക്കൊക്കെ ഉണ്ട്. മുമ്പ് ഭയങ്കര വലുതായിരുന്നല്ലോ പഴയ നിർമ്മിതികൾ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും കൊറേ ഇതൊക്കെ കാണാനുണ്ട്. വലിയൊരു ചർച്ചായിരുന്നു കേട്ടോ അത്. എന്തോ ഹൈറ്റ് ആയിരുന്നു ചർച്ചിന്. പഴയ ഫെറിയുടെ എൻട്രിയാണ് കണ്ടത്. ഫെറിക്ക് പോണ എൻട്രി. ഫുഡ് കഴിക്കാനായിട്ട് കയറുന്ന സ്ഥലമുണ്ട് ബസ്സിലേക്ക് സൈഡ്. ബസ്സിലേക്ക് അവിടെ കയറാൻ പറ്റിയില്ല. നമ്മളൊക്കെ ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് കയറിയാണ്. വെറൈറ്റി തീമാ സംഭവം. മേളിൽ പോകണം എന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട്. താഴെ സീറ്റ് അവൈലബിൾ അല്ല. മേളിൽ പോണം.
കുറെ മറ്റേ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടോ, ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. കയറി കയറി കയറണം, സൂക്ഷിച്ചാ വീഴല്ലേ, പിടിച്ചേറി കയറണം, കയറി കയറി കയറി. ഒരു വെറൈറ്റി താഴെയൊക്കെ നിറച്ച് ബൈക്കും ഇതാണ്. ഭരണി വെച്ച് അതെ നമ്മുടെ ഫുഡ് എത്തിയിട്ടാ. ഗോവൻ റൈസ് വേറെ നല്ല നമ്മുടെ റെഡ് റൈസ് തന്നെയാണ്, പക്ഷെ അതിനേക്കാളും ഒരു പൊടിക്ക് ചെറുതാണോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ നാട്ടിലെ റൈസിനേക്കാളും. പിന്നെ ഇതാ ഗോവൻ സ്പെഷ്യൽ വിന്താലു. ഇത് ഇവിടെ വിശന്നിരിക്കുന്ന ആളോട് കഴിക്കാൻ പോണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയണ കേൾക്കണ്ടോന്ന് അറിയില്ല, ഭയങ്കര തിരക്കും നല്ല ബഹളമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ ഈ ചോട്ടിന് ഓർഡർ ചെയ്ത ഗോവൻ സ്പെഷ്യൽ പുലാവ് വരാനുണ്ട്, അത് വന്നിട്ടില്ല ഇതുവരെ. സ്വീറ്റ് ആണെന്നാ പറഞ്ഞത്. അവസരം ഞാൻ കഴിക്കേണ്ടി വരുമോ എന്ന് അറിഞ്ഞൂടെ, അത് വന്നിട്ടില്ല. നമ്മള് ഒരു സെറാഡോറ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ ലെയറൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചത് ഇങ്ങനെയായിരുന്നില്ല കേട്ടോ, നല്ല യമ്മി. എത്ര ലെയറാന്ന് നോക്കി, വേഗം കഴിക്ക്, ചോറ് കഴിക്കാൻ തരാം. വേറൊരു സംഭവം കണ്ടോ, വേറൊരു സംഭവം കേട്ടോ, കൊക്കും സോഡയാണത്. നമ്മുടെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഫിഷ് കറിയിലൊക്കെ ഇടുന്ന പുളി പോലത്തെ ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്ന പുളിയാണ് കൊക്കും. കുടംപുളിയുടെയൊക്കെ ഒരു വേറെ വിഷം. അത് അതിൻ്റെ സർബത്ത് ഉണ്ടാക്കിയിട്ട് അത് സോഡ ആക്കിയേക്കണതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത്. അപ്പോൾ എൻ്റെ ട്രൈ ചെയ്യട്ടെ എങ്ങനെയുണ്ട്. കൊക്കും സോഡ ട്രൈ ചെയ്യണം. നല്ല പുളിയും കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റ് അല്ലേ, വയറിനുള്ള ഡൈജഷന് ഭയങ്കര നല്ലതാണ്. നമ്മളവിടെ നിന്ന് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഇട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ വേറൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു. കുറേ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ കയറി. ഇതിപ്പോൾ ബാക്ക് സൈഡോ എന്തോ ആയിരിക്കും. ഞാൻ കുറച്ചങ്ങോട്ട് നടന്ന് പോകേണ്ടി വരും മിക്കവാറും. ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ കാണുന്നത്. എല്ലാവരും വഴി അറിയാണ്ട് ഇങ്ങനെ തപ്പി ചോദിച്ചും ഒക്കെ നടക്കുകയാണ്. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഏട്ടനെ വന്നില്ല കേട്ടോ, ഏട്ടനെ ചോദിച്ചാൽ കാറിലിരിക്കുക. കാരണം പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ തന്നെ, ഭയങ്കര ക്രൗഡാ, ടു ക്രൗഡ്. സെൻറ്റ് ബെസിലിക്ക ഫോർ ബോം ജീസസ് ചർച്ചാണത്. അതിൻ്റെ ഒരു ഭാഗങ്ങളാട്ടോ. ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയായ ക്രൈസ്തവ ദേവാലയമാണ് ബോം ജീസസ് ബസിലിക്ക. പോർച്ചുഗീസ് പറയുന്ന പേരാണ്ട് ഈ ബോം ജീസസ്. ബോം ജീസസ് എന്ന് വെച്ചാൽ ഉണ്ണിയേശു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പുകൾ ശ്വസിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് തലസ്ഥാന നഗരിയായ ഓൾഡ് ഗോവയിലാണ് നമ്മുടെ ഈ ബസേലിക്കയുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യകാല ബസേലിക്കകളിൽ ഒന്നാണ് ബോം ജീസസ് ബസേലിക്ക. ഇത് കൂടാതെ ഇന്ത്യയിലെ ബറോക്ക് വാസ്തുശൈലിയുടെ ഉത്തമ എക്സാമ്പിൾ കൂടിയാണ് നമ്മുടെ ഈ ദേവാലയം. ഇവിടേക്ക് എൻട്രി എങ്ങനെ അവിടെ പോകണം, ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഞാൻ പോണില്ല. നമ്മളിതേ അവിടെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് നമ്മൾ ഡയറക്റ്റ് പോണില്ല, ഇങ്ങനെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഹുബ്ലി പറഞ്ഞ അവിടെ സ്റ്റേ കൂടി ചെയ്തിട്ട് പോകണുള്ളൂ നമ്മൾ. അപ്പോൾ പോണ വഴിയുടെ അവസ്ഥ ഉണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇപ്പോൾ ലേറ്റാണ്, എന്തായാലും എത്തുമ്പോഴേക്കും ഹൈവേയിലേക്ക് കയറുമ്പോൾ നല്ല ലേറ്റ് ആവും. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞങ്ങൾ ഗോവയിൽ വന്നപ്പോഴും ഇതേ അവസ്ഥയാണ് ഇപ്പോഴും. ഇത് മറ്റേ ബെൽഗാവി അല്ലേ, നമ്മൾ ബാംഗ്ലൂരിന് ഗോവയ്ക്ക് പോണ റോഡ്, ബെൽഗാവി വഴി പോണ റോഡ് ഫോറസ്റ്റ് ആണ് ഇത് ഫുള്ള്.
ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. കുറച്ച് സ്ഥലത്തുമ്പോഴത്തേക്കും കുറച്ച് ടാറ് എവിടെയെങ്കിലൊക്കെ ഉള്ള പോലെ തോന്നും. പക്ഷെ ചില സ്ഥലത്തെ കുഴികളും ഈ പുക കൊണ്ട് ഞാൻ കാണിച്ചിട്ട് ഇനി അങ്ങനത്തേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ അന്തരീക്ഷം മൊത്തം പുകയോ മഞ്ഞൊക്കെ നിറഞ്ഞ പോലെ പൊടിയാണ് സംഭവം. അത്രയ്ക്ക് പിന്നെ വീതിയും കുറവാണ് ഈ റോഡിന്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ ചിലപ്പോൾ റൈറ്റ് ഇട്ട് വരുമ്പോൾ നമുക്കൊന്നും കാണാനും പറ്റില്ല. നമ്മൾ ഇവിടെ ഹോട്ടലിൽ സ്റ്റേയിലോടത്ത് എത്തിയിട്ടുണ്ട്. നെയ്മറിയില്ലേ, ഫോർച്യൂണിൻ്റെ ഹോട്ടലാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കമായിരുന്നു. എൻ്റെ അമ്മ ഉറക്കം തന്നെ ഉറക്കം. ഭയങ്കര മോശമായതുകൊണ്ട് കുടുങ്ങി എത്തിയിട്ട് ആകെ നാശം ശ്രദ്ധിക്കാനൊക്കെ ഇതായി ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര കുടുങ്ങിയാണ് അങ്ങോട്ട് എത്തിയത്. ഭയങ്കര വഴിയൊക്കെ ഭയങ്കര മോശമായിട്ട് വയറ് ഫുൾ അപ്സെറ്റ് ചെയ്ത് നമുക്ക് വലിയവർക്ക് തന്നെ പറ്റില്ലേ കുടുങ്ങി ഇറന്നിട്ട്. റിസപ്ഷൻ ലോബിയൊക്കെ നല്ലതാണ് കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കൊരു ഗോവയിൽ നിന്ന് വരുന്നവരൊക്കെ നല്ല ഒരു ഇതെല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലം തോന്നുന്നുണ്ട്. ബാക്കി ഡീറ്റെയിലൊക്കെ റൂമിൽ ചെന്നിട്ട് പറയാം. പിന്നെ ഒരു വിശേഷം കൂടി പറയാറുണ്ട്. അത് തിരക്കിൻ്റെ ഇങ്ങനെ വരണേൻ്റെയും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇങ്ങോട്ട് റിട്ടേൺ വരേണ്ട ഒരു ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി. റൂമിലെത്തിയിട്ട് പറയാം. കൊച്ചെന്നെ പറയുന്നത് ഏട്ടാ ബിരിയാണി അടിപൊളി. അല്ല നമ്മളൊരു കാര്യം പറയായിരുന്നു. നമ്മൾ ഗോവയിൽ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ പോണ വഴിയിലാണ് ഇവിടെ കയറിയത്. ഗോവയിൽ നമ്മൾ അവരോട് ഡിന്നർ ബുക്ക് ചെയ്തിട്ട് നമ്മളെത്ര 6000 രൂപ ഡിന്നറിന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ഫുഡ് തരുന്നത്. കൊച്ചിന്റെ ചപ്പാത്തി ചോദിച്ചിട്ട് ഉണ്ടാക്കിക്കേണ്ടി വന്നു. അത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ റൂം ബുക്ക് ചെയ്ത് 26,000 അതിൽ 6,000 എക്സ്ട്രാ നമ്മളുടെ ഡിന്നറിന് കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തത്. ഇവിടെ റൂമും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇവിടെ 7,000 രൂപ. ഇത് മറ്റേ ഫോർച്യൂൺ ITC ഗ്രൂപ്പിന്റെ ഹോട്ടലാണ്. അത് ഡിഫറൻസ് നോക്കി എന്ത് ഡെസേർട്ട് തന്നെ നമ്മൾ ഗോവയില് കാണുന്ന ഫേമസ് ഡെസേർട്ട് മട്ടൻ ബിരിയാണി ഇട്ടിട്ട് കണ്ണ് കളിഞ്ഞല്ലാണ്ട് ഇന്നലെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് പുളിച്ചിട്ട് വായ വെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഉണ്ട്. അല്ല അതവിടെ അവിടെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഒരു നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്റ്റാർട്ടേഴ്സ് തന്നെ ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് ബിരിയാണി കഴിച്ചോണ്ട് സന്തോഷമായി. അല്ല ഈ എന്ത് ടേസ്റ്റോ സന്തോഷമായ എന്താ കഴിച്ചിട്ടാ സന്തോഷമായ ബിരിയാണി കിട്ടിയോണ്ട് സന്തോഷമായല്ലേ. കുറെ ദിവസം ശേഷം വായിക്ക് രുചിയായിട്ട് ഫുഡ് കിട്ടിയല്ലേ. ഈ എരിവുമ്പുളിയില്ലാത്ത സാധനങ്ങൾ ഈ പാസ്ത നൂഡിൽസ് മാത്രമല്ല നമുക്ക് ഇങ്ങനെ സത്യം പറയുന്നത് വെച്ചാൽ അവര് ഫോറിനേഴ്സിന് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കി ബാക്കിയുള്ളവര്. അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ബുക്ക് ചെയ്യുക. ബീച്ചിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, ബീച്ച് എൻജോയ് ചെയ്യാം. വൈകിട്ട് നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ വായിക്കൊരു രുചിയില്ലാത്ത പരിപാടിയാണ്. നമ്മള് മറ്റേ അല്ല നമ്മള് നേരത്തെ പറഞ്ഞ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടില്ലേ എത്രത്തോളം സത്യമാണെന്നുള്ളത്. നമ്മള് ഹോട്ടലിൽ താമസിക്കാത്തതും ഫുഡ് കഴിക്കാത്തതും അല്ല. നമ്മുടെ ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ എത്ര ഹോട്ടലുകളിൽ പോണതാണെന്നും ഫുഡ് കഴിക്കണം. എന്തൊരു സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കാണ്ട് വെറുതെ വിടാറുണ്ട്. ഇത് നമ്മൾ ഇവരുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടല്ല, ഓൺലൈനിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ സഹി കേട്ടിട്ടാണ് ആ ഫുഡിൻ്റെ അവിടെ വെച്ചത് നമ്മൾ പറഞ്ഞിട്ടത് എടുത്തത്.
എന്താ ഡിഫറൻസ്? കാലേ ഇതിപ്പോ സമയത്തിനെന്നറിയോ, അതെ ഈ ടൈമാണ്, എന്നിട്ട് പോലും അവര് തീർന്ന ഫുഡുകൾ റീഫിൽ ചെയ്യുന്നുള്ളൂ. അവിടെ നമ്മൾ തീർന്നതിൽ ഉണക്കച്ചോറ് വേണമെങ്കിൽ തിന്നോന്നുള്ള ഭാഗം. പിന്നെ ചോറൊക്കെ ഉണങ്ങി നാശമായി കടിക്കരുത്. നമ്മുടെ റൂമിൽ നിന്നുള്ള ഹുബ്ബാളി എയർപോർട്ടിന്റെ വ്യൂ തൊട്ട ഫ്രണ്ടിൽ തന്നെ കേട്ടാ. ഒരു ഫ്ലൈറ്റ് പോകുന്ന കാണാൻ പറ്റുന്ന കുറച്ച് നേരം ഇവിടെ കാത്തു നിൽക്കാം. ഇന്നലെ രാത്രി വന്നപ്പോൾ നിന്നൊന്നും കണ്ടില്ല. ചെറിയ എയർപോർട്ടാ വളരെ. വല്ല ഒരു ദിവസം വല്ല 2-3 ഫ്ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ സമയം മറ്റേ ഫ്ലൈറ്റ് നോക്കണ ഒരു ഇതില്ലേ, അത് വെച്ചിട്ട് നോക്കേണ്ടി വരും. ഫ്ലൈറ്റ് അവിടെ നിന്ന് പൊന്തണുണ്ട്. അടിപൊളി. ഇത് മറ്റേ ഫ്ലൈറ്റ് തന്നെ, ചെറുതാണ്, ഫാനുള്ളതാണ്. ഇതില് പോവാൻ പേടിയ ഒച്ച തന്നെ ഭയങ്കര. നമുക്ക് ഈ റൂം കാണിച്ചെന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഹുബ്ബാളിയില് നമ്മൾ എടുത്തിരിക്കുന്നത് ഫോർച്യൂണിന്റെ ഹോട്ടലാണ്, ITC ഗ്രൂപ്പിന്റെ ഇതിൽ വരുന്നതാണത്. നമുക്കിവിടെ കയറി വരുമ്പോ തന്നെ എൻട്രൻസ് വലിയ മിറർ ഇവിടെ ഉണ്ട്. വാർഡ്രോബ്സുകളാണ് ഞാൻ നോക്കിയിട്ടു. ഷെൽഫ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ഉണ്ട്. ചപ്പല് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണ്ട ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. വാഷ്റൂം നമുക്ക് ഷവറും ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് വാഷ്റൂം വരുന്നത്, വാഷ്റൂമിൽ നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടെ എന്നെ കൊണ്ട് പറയാൻ സമയത്ത് കുഞ്ഞാശാനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇത് ഓക്കെ അതെ. മമ്മീനെ നല്ല സ്പേഷ്യസാ. റൂം നല്ല ബെഡും നല്ല സ്പേഷ്യസ് ആയിരുന്നു. കമ്പാരിറ്റീവ് നമ്മൾക്ക് വീട്ടിൽ ഞങ്ങൾക്ക് നല്ല വലിയ ബെഡ് ആയതുകൊണ്ട് ആ ഒരു സ്പേസ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഓഫീസ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു വ്യൂ നല്ല വ്യൂ ഇതാട്ടോ, അടിപൊളി. നമുക്ക് ഫീൽ ചെയ്ത് ഫുഡ് ഇവിടെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഹൈവേയിൽ നിന്ന് നേരം കൂടി കയറിയാൽ മതി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നീറ്റ്നെസ് ഇത്തിരി കുറവുണ്ട്. പക്ഷെ നമുക്ക് ഒരു രാത്രി കിടക്കുന്ന ഉറങ്ങി പോവാത്രേ ഉള്ളൂ. ബെഡിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുംബൈന്ന് വരുന്നവരും പോകുന്നതിനവരും അല്ലെങ്കിൽ പോവേന്ന് വരുന്നവരും ഹോൾട്ട് ചെയ്ത് പോണ ഇതാണ്. പക്ഷെ അത് റേറ്റില്ലാട്ടോ, ഫുഡ് ഉൾപ്പെടെ 3. ഇപ്പൊ നമ്മുടെ 2 പേരുടെ ഫുഡും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ 7,000 ആണ് ഈ റൂമിൽ വരുന്നുള്ളൂ. ലാഭമാണ്. ഫുഡാണ് ഇഷ്ടം. ഇന്നലെ കണ്ടില്ല ഞങ്ങള് എത്ര അധികം നല്ല ഐറ്റംസ് ഉണ്ട്. എല്ലാം നല്ല യമ്മി ഫുഡ് വരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഫ്രൈ ഒന്നും ഇതായിട്ട് ബ്രഷ് ചെയ്യുമ്പോ. അപ്പൊ നമ്മള് ഹുബ്ലിയിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മള് ബാക്ക് ടു ബാംഗ്ലൂർ. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞല്ലേ. ഒരാൾ ഇത്ര നേരം എനിക്ക് പോണ്ട ഇവിടെ നിക്കാന്ന് പറഞ്ഞിരുന്നു. സ്കൂളിൽ പോണ്ട, എനിക്ക് 1 വീക്ക് കൂടി ലീവ് വേണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ട്രിപ്പ് മതിയായില്ല എന്നവന്. നമ്മള് ഗോവ ശരിക്കും അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. എന്താ പറയാ, ഒരു റിലാക്സ് ആയി. അപ്പൊ നമ്മുടെ ഈ ഒരു കൊല്ലം 2024 അവസാനിക്കാണ് നമ്മുടെ ട്രിപ്പ്. ഈ കൊല്ലത്തെ ട്രിപ്പിൽ ഏറ്റവും രസകരമായ കാര്യം നമ്മള് പേളിമാനിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്ര. നമ്മള് തിരിച്ചവിടുന്ന് പോരണേന് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ നമ്മള് അവരുടെ കൂടെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒത്തിരി നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഹോട്ടലിൽ വെച്ച്. അവരവിടെ ആയിരുന്നു സ്റ്റേ. ഒത്തിരി നേരം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഡിസ്റ്റർബ് ആവരുതല്ലോ, അവര് ട്രാവൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അവർക്ക് ഡിസ്റ്റർബ് ആവരുതല്ലോ പറഞ്ഞിട്ട് നമ്മള് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരവിടെ അടിച്ചു പൊളിക്കുണ്ടാവും. ഞങ്ങള് തിരിച്ചുകൂടി പോകുന്നു. ഈ കൊല്ലത്തെ ഫസ്റ്റ് വിഷയം അവരുടേതാണ്. നമുക്ക് ഫോട്ടോ എടുത്തിട്ടാ ചോദിച്ചിട്ട് നമ്മള് ഫോട്ടോ എടുത്തു കൊറേ നേരം സംസാരിച്ചിട്ടോ. അപ്പൊ അച്ഛന് അടിപൊളിയാട്ടോ. അച്ഛന് എന്താ പറയാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും മൈൻഡ് പവറിന്റെ ആളായിട്ട് എത്ര ആളാണ് ഫുള്ള് സംസാരിച്ചത്. എല്ലാരും വർത്താനം പറഞ്ഞിരിക്കാൻ എല്ലാരും ഭയങ്കര നമുക്കിങ്ങനെ ഒരു സെലിബ്രിറ്റിയാണ് അവരെന്നുള്ള അത് വേറെ കാര്യണ്ടാ. ഈ പേളിയുടെ അച്ഛൻ ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരാണ്, കണ്ടശാങ്കടുകാരനാന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്.
അവര് പഴയ അവരെ അപ്പമാരായിട്ട് കണ്ടശാങ്കട് വരെയാണ്, പിന്നെ തൃശ്ശൂർക്ക് പോയി അവിടുന്ന് അങ്ങനെ മാറിയവരാന്ന് പറഞ്ഞു. അതൊക്കെ കുറെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു, വർത്താനം പറഞ്ഞ് കുറെ നേരം ഇരുന്നു. അത് അവര് എന്ന് വെച്ചാൽ അവര് ചെക്കിന് എളിയായിരുന്നു, അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പൊ അവരും ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണത്തിലായിരുന്നു. അപ്പൊ പിന്നെ വീഡിയോസ് എടുത്ത് നമ്മള് വർത്താനം പറയാനായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വർത്താനം പറഞ്ഞത് കുറെ നേരം. ഇച്ചക്കൂട്ടിന് മിസ്സായി അല്ലെ? ഇച്ചക്കൂട്ടിന് നീല ബേബി ഉറങ്ങായിരുന്നു. അതല്ല, ഇച്ചക്കൂട്ടിന് എന്താ മിസ്സായിന്ന് വെച്ചാല് അവിടെ നിക്കാണെങ്കിൽ നീല ബേബിയുടെ ഒപ്പം കളിക്കായിരുന്നു പൂളിലൊക്കെ. അതാണ് മിസ്സായെന്ന് പറഞ്ഞ സങ്കടമായിട്ടിരിക്കുന്ന ആള്. നല്ലൊരു നല്ലൊരു ഇയർ എൻഡിങ്, നല്ല ഗോവ അടിച്ചു പൊളിച്ചു. അപ്പൊ നമുക്ക് ഇനി ബാംഗ്ലൂർക്ക് യാത്ര. ഇനി അടുത്ത കൊല്ലം നമുക്ക് പുതിയൊരു ട്രിപ്പ് പോവാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. അതെ, വീഡിയോ ചെന്നിട്ടൊക്കെ ഇപ്പൊ ഇന്ന് 30 ഇന്ന് 30 ഡിസംബർ 31 നാളെ ബാംഗ്ലൂർ ന്യൂ ഇയർ ആഘോഷം. ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എഡിറ്റിംഗ്. കാരണം ഈ ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണം കൊണ്ട് എല്ലാവരും ബഹളമൊക്കെ ആയിരിക്കും. അതെ അതെ. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാവർക്കും വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് എല്ലാ തവണയും പറയാറുണ്ട്, ആരും ചെയ്യാറില്ല, അത് വേറെ കാര്യം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷാശംസ അല്ലേ? അതെ, എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് കഴിഞ്ഞു, ഇനി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അതെ, ബൈ.